നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 96. ജയ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി ഒരുക്കത്തിലായി. അപ്പോഴേക്കും ജയ്യെ തേടി ഒരു ഫോൺ കോൾ. ഹലോ ഹലോ ആ ഹലോ കേട്ടതുകൂടി ജയ് കോൾ കട്ട് ചെയ്തു. ആ കുട്ടി വീണ്ടും വിളിച്ചു. അതേ നമ്പറിൽ നിന്ന് തന്നെ. ഇന്ന് പലതവണ അവൾ വിളിച്ചിരുന്നു. വീണ്ടും വിളിക്കുന്നത് സഹിക്കാൻ പറ്റാതെ ജയ് കോൾ എടുത്തു. കുട്ടിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ വിളിക്കരുതെന്ന്? എത്ര തവണ പറഞ്ഞാലും കുട്ടിക്ക് എന്താ മനസ്സിലാവാത്തത്? ഇങ്ങനെ മാറി മാറി ഓരോ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ, എനിക്ക് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. ഞാൻ കുട്ടിയോട് പറഞ്ഞില്ലേ ഞാൻ വിവാഹിതനാണെന്ന്? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഴപ്പമില്ലെന്ന്. കുട്ടി എന്താ ഈ പറയുന്നത്? വിവാഹിതനായ എന്നെ കുഴപ്പമില്ലെന്നോ? ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് അത്രയ്ക്ക് ചേട്ടനെ ഇഷ്ടമായിപ്പോയത് കൊണ്ടല്ലേ. ചേട്ടൻ ഭാര്യയെ സ്നേഹിച്ചോ, വേണ്ടാന്നൊന്നും ഞാൻ പറയില്ലല്ലോ. കൂടെ എന്നെ കൂടി സ്നേഹിച്ചൂടെ? നമ്മുടെ ബന്ധം പരസ്യമാവണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ചേട്ടനെ മാത്രം കിട്ടിയാൽ മതി. പോക്കിരിത്തരം പറയല്ലേ, ഒന്ന് വെച്ചിട്ട് പോയേ. ഇതും പറഞ്ഞ് ജയ് കോൾ കട്ട് ചെയ്തു. അവൾ വീണ്ടും വിളിച്ചു. എൻ്റെ കർത്താവ്, ഇങ്ങനെ ഇതിനെ ഒഴിവാക്കുക. കോൾ എത്ര തവണ എടുക്കാതിരുന്നാലും ആ കുട്ടി വീണ്ടും വിളിക്കും. അതായിരുന്നു പതിവ്. ഇന്ന് മുഴുവൻ ജയ്യെ വിളിച്ച് ശല്യപ്പെടുത്തുകയായിരുന്നു അവൾ. ഓരോ നമ്പറുകളിൽ നിന്നും മാറി മാറി വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമറാണോ എന്ന സംശയത്തിൽ കൂടി ഫോൺ എടുക്കാതിരിക്കാൻ അവന് പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിർവാഹമില്ലാതെ ജയ് വീണ്ടും ഫോൺ എടുത്തു. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന കാര്യം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ചെറിയ കുട്ടിയല്ലേ എന്നൊരു പരിഗണനയില്ല ഇത്രയ്ക്ക് സമാധാനപരമായിട്ട് സംസാരിക്കുന്നത്. ഇനിയും ഇതേ രീതിയിൽ എൻ്റെ സംസാരം പ്രതീക്ഷിക്കരുത്, മനസ്സിലായോ? ജയ് അവളോടായി പറഞ്ഞു. എന്താ ചേട്ടാ ഇത്? എനിക്ക് ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ചേട്ടൻ്റെ ഭാര്യയെ സ്നേഹിച്ചോളൂ, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ കൂടി സ്നേഹിക്കണം, ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ സ്നേഹം ചേട്ടൻ എന്താ മനസ്സിലാക്കാത്ത? എനിക്ക് തല വേദനിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട്. ഒന്ന് വെച്ചിട്ട് പോ മോളെ. നിനക്ക് പറ്റിയ ആളെ തപ്പ്. ഇന്നലെ കല്യാണം കഴിഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നേ. ചേട്ടൻ അറിയാത്തോണ്ടാ പ്രണയം എന്നൊക്കെ പറയുന്നത്, അതാ ചേട്ടാ. പിന്നെ കല്യാണം കഴിഞ്ഞവനെ പ്രേമിക്കുന്നതാണല്ലോ പ്രണയം. ഒന്ന് പോടേ. ഇതും പറഞ്ഞ് ജയ് കോൾ കട്ട് ചെയ്തു. ഇനി വിളിക്കരുത് എന്ന് പറയാൻ മറന്നുപോയെങ്കിലും പിന്നീട് ആ കോൾ വന്നില്ല. ആശ്വാസമായി. ഇവളൊരു തലവേദനയാവുന്ന തോന്നുന്നു. എന്താ ഇപ്പം ചെയ്യാം? പറഞ്ഞത് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ അവളുടെ അമ്മയെ പറഞ്ഞാൽ മതി. ഇങ്ങനെയുണ്ട് അമ്മമാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയ്യുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഇത് നിർത്താറായില്ലേ ഈ കുട്ടിക്ക് എന്ന് കരുതി ദേഷ്യത്തിൽ തന്നെ ഫോൺ എടുത്തപ്പോഴാണ് ഫോണിൽ മീനുവിൻ്റെ പേര് തെളിഞ്ഞത്. ഓ, ഇവളായിരുന്നു. അവൻ ഫോൺ എടുത്തു. ഹലോ ഹലോ, റെഡിയായോ കിടക്കാൻ വേണ്ടിയിട്ട്? അവൾ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ഞാൻ രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്നൊന്ന് രാത്രി ആവണേന്ന് വിചാരിച്ച്. ആ, നീ പറയ്. എന്തു പറ്റി? സംസാരിക്കാനുള്ള ഒരു മൂട്ടിലല്ലാന്ന് തോന്നുന്നു. എന്തു പറ്റി? സംസാരിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ലേ? ക്ഷീണിച്ചിരിക്കുകയാണോ? മീനു,
ജയ്യോടായി ചോദിച്ചു. ഏയ്, ക്ഷീണമൊന്നുമില്ല. പിന്നെ വേറെന്താ കാര്യം പറയുന്നേ? ഒന്നുമില്ല, ഇന്നൊരു പെണ്ണ് വിളിച്ച് വല്ലാണ്ടൊരു ശല്യപ്പെടുത്തുന്നു. എന്ത്? മീനു ഒന്ന് നെട്ടി. ആ, ഒരു പെണ്ണ് വിളിച്ച് വല്ലാണ്ട് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരുപാട് നമ്പറിൽ നിന്ന് മാറി മാറി വിളിക്കുകയാണ് അവൾ. പല നമ്പറും ഞാൻ ബ്ലോക്ക് ചെയ്തു വിളി കാരണം. ഇന്ന് മുഴുവൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. ഇപ്പം വരെ വിളിച്ചു. പെണ്ണോ? ആ, പെണ്ണ് തന്നെ. പിന്നെ വേറെന്താ? ഏത് പെണ്ണ്? ആരാ പെണ്ണ്? അവളുടെ നെഞ്ചിടിപ്പ് വല്ലാണ്ട് കൂടിയതുപോലെ തോന്നി. അതെനിക്കറിയില്ല, ഏതോ ഒരു പെണ്ണ്. കല്യാണം കഴിക്കണം, പ്രേമിക്കണം എന്നൊക്കെയാണ് അവളുടെ ആവശ്യം. കല്യാണം കഴിക്കണമെന്നോ? എന്നിട്ട് നീ പറഞ്ഞില്ലേ നീ കല്യാണം കഴിച്ചതാണെന്ന്? ആ, ഞാനത് അവളോട് ആദ്യം മുതലേ പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാവണ്ടേ? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും നിന്നോട് അവളങ്ങനെ പറയുന്നുണ്ടോ? പിന്നല്ലാണ്ട്. അവൾ പറയാ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യയെ സ്നേഹിച്ചോ, കൂടെ എന്നെ കൂടി സ്നേഹിച്ചാൽ മതിയെന്ന്. മീനുവിന് ദേഷ്യം വന്നു. നമ്പർ താ, ഞാൻ നോക്കിക്കോളാം അവളുടെ കാര്യം. ഒരു നമ്പറല്ല, പല നമ്പറുണ്ട്. എത്ര നമ്പറാണ് ഞാൻ തരാം? ഇന്ന് വിളിച്ചോട് വിളിയായിരുന്നു. എന്നെ ജോലി എടുക്കാൻ പോലും സമ്മതിച്ചില്ല. അവൾ വിളിച്ച എല്ലാ നമ്പറും താ, ഞാൻ വിളിച്ചോളാം, ഞാൻ കണ്ടുപിടിച്ചോളാം, മറുപടി ഞാൻ പറഞ്ഞോളാം. ആ, വലിയ ഉപകാരം. അങ്ങനെ വല്ലതും ചെയ്ത് കിട്ടിയാൽ. ഞാൻ പറയണ്ട, ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ താൻ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വിളിക്ക്, അപ്പോൾ പിന്നെ പ്രശ്നം തീരുമല്ലോ. ആ, നീ നമ്പർ സെൻഡ് ചെയ്യ്, ഞാൻ വിളിച്ചോളാം. എന്നാൽ ശരി, ഞാൻ നമ്പർ സെൻഡ് ചെയ്യാം. എന്നാലും വിവാഹം കഴിഞ്ഞവനൊക്കെ ഇങ്ങനെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പെൺപിള്ളേർക്ക്? അത് തന്നെയാണ് ഞാനും അവളോട് ചോദിച്ചത്. അവൾക്ക് മനസ്സിലാവണ്ടേ? ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ എന്നെ കാണാൻ വേണ്ടി ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീ വന്നിരുന്നെന്ന്? ഞാനന്ന് വിളിച്ചു ചോദിച്ചു തന്നോട്, താനായിരുന്നോ എന്ന് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. ആ, ആ കൊച്ച് ആ കൊച്ചിൻ്റെ അമ്മയാണ് അന്ന് എന്നെ കാണാൻ വേണ്ടി വന്നത്. വിളിക്കുന്നത് ആ കൊച്ചാണ്. ആദ്യം വിളിച്ചത് അമ്മയായിരുന്നു. മീനുവിന് ജയ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. ആമി, അവളുടെ മനസ്സിൽ ആ പേരും കൂടി പെട്ടെന്ന് തന്നെ വന്നു. വിളിക്കുന്നത് ആ സ്ത്രീയുടെ മകളാണെന്നാണ് എന്നോട് പറഞ്ഞത്. അവൾക്കെന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും എന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെയാ ആ കുട്ടിയുടെ വാദം. ഓ, അങ്ങനെ. എന്തായാലും ഞാൻ നമ്പർ സെൻഡ് ചെയ്യാം, ഒന്ന് വിളിച്ച് അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. തലവേദന ആയിക്കൊണ്ടിരിക്കുക എനിക്ക്. അതുകൊണ്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മടുത്തു. ഇനി ജോലി പോലും നേരവണ്ണം എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. മീനുവിന് കാര്യം മനസ്സിലായി. ആമിയാണ് വിളിക്കുന്നത്. അവൾ ജയ്യെ കൊടുക്കാനുള്ള പ്ലാനിലാണ്. മീനു പിന്നീടൊന്നും പറഞ്ഞില്ല. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ താൻ? ജയ് മീനുവിൻ്റെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും വരാത്തതുകൊണ്ട് ചോദിച്ചു. കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ നമ്പർ സെൻഡ് ചെയ്യാം, താനൊന്ന് വിളിച്ച് സംസാരിച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്ക്. ഓക്കെ? ശരി, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. വല്ലാത്തൊരു ശല്യം തന്നെ കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. വിളിച്ച് എത്ര തവണ ഫോൺ എടുത്തില്ലെങ്കിലും വീണ്ടും വിളിക്കും. നമ്പർ മാറി മാറി വിളിക്കുകയാണ്. ഏതോ ഒരു ചെറിയ കൊച്ചാ, 18 വയസ്സാകുന്ന പ്രായം, അത്രേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആമിക്ക് അങ്ങനെയൊരു മകളില്ല. പിന്നെ ആരായിരിക്കും വിളിക്കുന്നത്?
ആമയുടെ സ്റ്റാഫോ മറ്റോ ആയിരിക്കും എന്നവൾ മനസ്സിൽ കണക്കുകൂട്ടി. ആ ഹലോ, താനെന്തെങ്കിലും ആലോചിക്കുന്നേ? ഇത്രയും നേരം വല്ലാണ്ട് ആവശ്യത്തിലായിരുന്നു സംസാരിച്ചത്. അം, അല്ല, ഞാൻ കേൾക്കുന്നുണ്ട് നീ പറയുന്നത്. നീ പറയേ. ആ, അത്രേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഇനി താൻ പറയാൻ വിചാരിച്ച കാര്യം പറ. എന്താ പറയാമെന്ന് വിചാരിച്ചേ? ജയ് മീനുവിനോട് ചോദിച്ചു. അത് അത് ഞാൻ പിന്നൊരു ദിവസം പറയാം. എന്തായാലും നീ ഇപ്പോൾ ആ കുട്ടിയെ തന്നെ ഡിസ്റ്റർബായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇന്ന് നീ ഉറങ്ങിക്കോ, ഞാൻ നാളെ വിളിക്കാം. അല്ല, എനിക്ക് കുഴപ്പമില്ല, അത് പിന്നെ തീർന്നല്ലോ. എനിക്ക് കേൾക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, താൻ പറഞ്ഞോളൂ. ജയ് മീനുവിനോടായി പറഞ്ഞു. ഏയ്, അത് വേണ്ട. എനിക്ക് പറയാനുള്ള ഒരു മൂഡ് പോയി. ഇനി അത് വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇന്ന് ഉറങ്ങിക്കോ, ഓക്കെ? എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ഇതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. എന്തിൻ്റെ കേടായി ആമയ്ക്ക്? ഇവളോട് പറഞ്ഞാലും മനസ്സിലാവില്ല, എന്താ ചെയ്യുക? മീനു ആമയെ വിളിച്ചു. ഹലോ ആമി, എന്താ നിൻ്റെ മനസ്സിൽ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ വെറുതെ വിട്ടേക്കാൻ. ഓ, അപ്പോൾ നിനക്ക് വീണ്ടും ന്യൂസ് കിട്ടി അല്ലേ? ന്യൂസല്ല, നീ വിളിക്കുന്ന പല നമ്പേഴ്സും അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഒന്ന് ഒഴിവാക്കി തരണമെന്നും പറഞ്ഞു. എന്താ പോരെ? മീനു ആമയോട് ചോദിച്ചു. ഓ, അപ്പോൾ നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല, അവൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുന്നുണ്ട് അല്ലേ? ആമി ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളില്ല, അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ട്. എന്താ, തൃപ്തിയായോ നിനക്ക്? നീ കരുതുന്ന പോലൊരു വ്യക്തിയല്ല അവനെന്ന് ഞാൻ പറഞ്ഞല്ലോ ആമി. നിനക്കെന്താ മനസ്സിലാവാത്തത്? എന്തിനാ നീ ഇങ്ങനെ അവനെ ശല്യം ചെയ്യുന്നത്? അവൻ ജോലി എടുക്കാൻ പോലും സമ്മതിക്കാതെ ശല്യം ചെയ്യുന്ന അവൻ പറഞ്ഞത്. ആമി പ്ലീസ് ഒന്ന് നിർത്ത്. നീ കരുതുന്ന പോലൊരു വ്യക്തിയല്ല അവൻ, ഞാൻ പറഞ്ഞല്ലോ. അവൻ ഭാര്യയുണ്ടെന്ന് നല്ല ബോധത്തിൽ ജീവിക്കുന്ന ഒരു പുരുഷനാണ്. അത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവൻ നിന്നോട് പറഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം? അത് പറഞ്ഞു. അപ്പം നീ പറഞ്ഞല്ലേ ഭാര്യയുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നെ കൂടി സ്നേഹിച്ചാൽ മതിയെന്ന് അല്ലേ? കൊള്ളാലോ നീ. ആമയോട് മീനു ചോദിച്ചു. ആ, ഈ ലോകത്ത് അങ്ങനെയും പുരുഷന്മാരുണ്ടല്ലോ. ആ ഗണത്തിൽ ഇവൻ പെടുമോ എന്നറിയാൻ വേണ്ടി ചെയ്തതാ. പെടില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ, പിന്നെന്താ? അങ്ങനെ ഒറ്റ ഫോൺ കോളിലൊന്നും വിലയിരുത്താൻ പറ്റില്ല, സമയമെടുക്കും. എത്ര സമയമെടുത്താലും മാറാൻ പോകുന്നില്ലെന്ന് നിനക്കറിയാം, പിന്നെന്തിനാ വെറുതെ? 18 വയസ്സാണ് നിൻ്റെ മകളുടെ പ്രായം കൂടി അവനോട് പറഞ്ഞല്ലേ, എന്നിട്ടും 40 വയസ്സുള്ള ഭാര്യ തന്നെ മതിയെന്ന് അവൻ പറഞ്ഞു കാണുമല്ലേ? മീനു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് എന്നോട്? അവൻ എന്നെ ഇഷ്ടപ്പെടില്ല, കാരണം അതിലൊന്ന് എൻ്റെ പ്രായമാണെന്ന്. എന്നിട്ട് 18 വയസ്സുള്ള ഒരു കൊച്ചു വിളിച്ചിട്ടും അവൻ്റെ മനസ്സ് മാറിയില്ലല്ലോ. ഇപ്പം മനസ്സിലായില്ലേ അവൻ എൻ്റെ പ്രായം നോക്കുന്നില്ല എന്ന്? അവൻ എന്നെ സ്നേഹിക്കുന്നത് സത്യമായിട്ടാണെന്ന്. ആമി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നീ അവൻ്റെ സ്നേഹം സത്യമാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവസാനം പാരയാവരുത് നിനക്ക് തന്നെ, എനിക്കത്രേ പറയാനുള്ളൂ. അവൻ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണ്. എന്നോട് അവൻ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ്, അതിലൊന്നും നീ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ മുൻ ഭർത്താവിനെ പോലെ അവൻ ഒരിക്കലും ആവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. നിൻ്റെ ഉള്ളിലെ പേടി അതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. നീ ഒരിക്കലും ആ കണ്ണുകൊണ്ട് ജിയെ കാണരുത്. ജി അങ്ങനെ ഒരു വ്യക്തിയല്ല. പ്ലീസ് എടി, ഇനി അവനെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ. മീനു ആമയോടായി കെഞ്ചി.
ഞാനൊന്ന് ആലോചിക്കട്ടെ, വിളിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. നീ എത്ര വിളിച്ചാലും എത്ര ശല്യപ്പെടുത്തിയാലും നീ ആഗ്രഹിക്കുന്നൊരു ഉത്തരം അവൻ്റെ നാവിൽ നിന്ന് കിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊരു പെണ്ണിൻ്റെ ഫോൺ കോൾ വന്ന കാര്യം അവൻ എന്നോട് പറയുമോ? വരുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് ആൺപിള്ളേർ എന്താ ചെയ്യുക? ഇതിപ്പോൾ അങ്ങനെയൊന്നും അവൻ ചെയ്തില്ലല്ലോ. നീ മാറി മാറി നമ്പറിൽ നിന്ന് വിളിച്ചിട്ടും എല്ലാ നമ്പറും അവൻ ബ്ലോക്ക് ചെയ്തില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നീ വിചാരിക്കുന്ന തരത്തിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് പറ്റില്ല എന്നർത്ഥമാണ് അല്ലേ? അപ്പം പിന്നെ പിന്മാറുന്നതല്ലേ നിനക്ക് നല്ലത്? എടീ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുൻ ഭർത്താവായിട്ട് നീ അവനെ കമ്പയർ ചെയ്യല്ലേ. അവൻ അങ്ങനെ അല്ലടാ. ഞാൻ അവനിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ പറയാതെ എൻ്റെ വേദനകൾ അവന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ്. അയാളിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതും അതുതന്നെയാണ്. ഒരിക്കലും അയാൾ എൻ്റെ വേദനകൾ മനസ്സിലാക്കിയിട്ടില്ലടാ. അതുകൊണ്ട് പറയാടാ, ജയെ ഒരിക്കലും അയാളായിട്ട് നീ കമ്പയർ ചെയ്യരുത്. ജയ് ഒരിക്കലും അയാളെപ്പോലെ ആവില്ല. എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടടാ, നീ ഇതൊന്നും മനസ്സിലാക്കടാ. മീനുവിൻ്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാതെ ആമി കേൾക്കുക മാത്രം ചെയ്തു. ആമി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി അവനെ വിളിക്കരുത് പ്ലീസ്. എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് എനിക്ക് നിന്നെ പരിചയപ്പെടുത്തേണ്ടി വരില്ലേ? അപ്പോൾ ഇത്രയും നാൾ വിളിച്ചത് നീയാണെന്ന് എപ്പോഴെങ്കിലും അവൻ മനസ്സിലാക്കിയാൽ അതൊരു പ്രശ്നമാടാ. പ്ലീസ്, അതുകൊണ്ടാ പറയുന്നത്. വിളിക്കല്ലേടാ. ഇനി വിളിക്കോ? മീനു ആമയോട് ചോദിച്ചു. എനിക്ക് അവനെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടാതെ ഞാനിതിൽ നിന്ന് പിന്മാറില്ല, അത് ഉറപ്പാണ്. ആമി പ്ലീസ്. മീനു, നീ പൊട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ പൊട്ടത്തരം കൊണ്ടാണ് നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. വീണ്ടും അതേ കുഴിയിൽ നിന്നെ കൊണ്ടുപോയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എന്തായാലും അവനെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ബോധ്യപ്പെടണം അവൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. വേറെ ഏത് പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും അവനതിന് നോ പറയുമെന്ന്. ഒരു പെണ്ണിനെയും തേടി അവൻ പോവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ അവൻ്റെ പുറകെ കാണും. ആമി, നിനക്കിപ്പം തന്നെ മനസ്സിലായില്ലേ? ഒറ്റ ഫോൺ കോളിലൊന്നും ഒറ്റ ദിവസം കൊണ്ടൊന്നും വിതെഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ഒരു പെണ്ണ് ശ്രമിച്ചാൽ അവൻ വീഴുമെന്ന് അറിയണ്ടേ? ആമി, നീ ഇപ്പോഴും എൻ്റെ മുൻ ഭർത്താവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അങ്ങനെ ആവില്ല അവനെന്നാണ് ഞാൻ പറയുന്നത്. കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് അയാളും അങ്ങനെ ആയിരുന്നില്ലേ? ആമി മീനുവിനോട് ചോദിച്ചു. എന്നിട്ട് അയാൾ മാറാൻ വർഷങ്ങളെടുത്തില്ലേ? അല്ലാതെ ആദ്യ ദിവസം തന്നെ അയാൾ മാറിയതൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഇതും? എന്ന് വെച്ചാൽ നീ അവനെ വർഷങ്ങളോളം ടെസ്റ്റ് ചെയ്യാൻ പോവാണോ? മീനു ആമിയോട് അത്ഭുതത്തോടു കൂടി ചോദിച്ചു. വർഷങ്ങളോളൊന്നും ടെസ്റ്റ് ചെയ്യില്ല, നീ പേടിക്കണ്ട. കുറച്ചു കാലം ഇങ്ങനെ പോവും, അത്രയേ ഉള്ളൂ. എനിക്ക് ബോധ്യപ്പെടണം, അത്രയേ ഉള്ളൂ. അതുവരെ ഞാനിങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ആമി മീനുവിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. ഇതുവരെ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോയാൽ മതി. ആമി പറഞ്ഞു. ഇന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാനാ തീരുമാനിക്കുന്നത്. ദേ, എനിക്ക് ദേഷ്യം വരും ആമി, പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ജീവിതമാണിത്, അത് നീ മറക്കരുത്. അതെ, മുമ്പത്തേതും നിൻ്റെ ജീവിതം തന്നെ ആയിരുന്നില്ലേ? എന്നിട്ട് എന്തായി? ആമി ചോദിച്ചു. ആമി പ്ലീസ്, അത് മറക്ക്. നീ വെറുതെ അതിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ലോകത്ത് ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ച് എല്ലാ പുരുഷന്മാരും അതേ തെറ്റ് ചെയ്യുന്നതാണോ നീ പറയുന്നത്? ആ, എൻ്റെ കണക്കിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ആമി, നീ ഒന്ന് മനസ്സിലാക്കാമീ. ഒരു മനസ്സിലാക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നീയും പിന്മാറണ്ട, അത്രയേ ഉള്ളൂ. അവൻ നിനക്ക് അത്ര നല്ല ഭർത്താവാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതുവരെ ഞാൻ അവൻ്റെ പുറകെ കാണും. നീയായിട്ട് ഇതവനോട് പറയാനും നിൽക്കേണ്ട.
നിങ്ങൾ തമ്മിൽ ഭാര്യ-ഭർത്തൃ ബന്ധം സ്റ്റാർട്ട് ചെയ്യാനും പോകുന്നില്ല. ഇനി അങ്ങനെ വല്ലതും ഞാൻ അറിയാതെ നീ ചെയ്താലുണ്ടല്ലോ, അത് തടയിടാൻ എനിക്കറിയാം. പറഞ്ഞില്ലെന്ന് വേണ്ട. ആമി, നിന്റെ ഉള്ളിൽ അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാനോ അവൻ്റെ കൂടെ ജീവിക്കാനോ നീ തീരുമാനം എടുക്കരുത്. ഇപ്പോഴേ പറഞ്ഞേക്കാം. അങ്ങനെ നീ തീരുമാനം എടുത്താലുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നത് അതിന് മുകളിലായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആമി, നീ എന്തിനാ എന്നെ ഇങ്ങനെ? ഞാൻ നിന്റെ നല്ല ജീവിതം മാത്രമേ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരിയാണ്. അതെനിക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിലും പിന്നെ മനസ്സിലാവും. ആമി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ എന്നാലും ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ ആമിയും? ആ ഒരു അവസ്ഥയിൽ നിന്നെ വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ. അന്ന് നിന്നെ ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ആ ചോദ്യത്തിന് മീനു മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പറയാം, ആ അവസ്ഥയിലേക്ക് വീണ്ടും നിന്നെ കൊണ്ടെത്തിക്കാൻ ഞാൻ തയ്യാറല്ല. അതിനവൾ ഒന്നും മിണ്ടാതെ നിന്നു. ജയ് നല്ലവനായിരിക്കും, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഇതുവരെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷേ നിന്റെ ആദ്യ ഭർത്താവും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു വിലയിരുത്തൽ നടത്താൻ പറ്റില്ല. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ നടന്നത് മുഴുവനും നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. നീ എത്ര വർഷങ്ങളായി അത് അനുഭവിക്കുന്നു എന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. നീ പറഞ്ഞത് വെറും ഒരു പകുതി മാത്രമാണെന്ന്. എനിക്ക് ഊഹിക്കാം നീ എന്തൊക്കെ അനുഭവിച്ച് കാണുമെന്ന്. അതുകൊണ്ട് പറയാം, വീണ്ടും വീണ്ടും അങ്ങനെ ഒരു ജീവിതം നിനക്കുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ നിനക്ക്? അതുവരെ നീ ക്ഷമിച്ചേ പറ്റുള്ളൂ. നിനക്ക് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാനോ അവൻ്റെ കൂടെ ജീവിക്കാനോ നീ ആഗ്രഹിക്കരുത്. എന്തായാലും 1 വർഷത്തെ കരാറല്ലേ നിങ്ങൾ തമ്മിൽ. ഇനിയും മാസങ്ങൾ നിൻ്റെ മുന്നിലുണ്ട്. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ? എനിക്കവൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം. എനിക്ക് വയ്യ, താല്പര്യമില്ല ഈ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ. എനിക്കവനെ മുഖത്ത് നോക്കി തന്നെ പറയണം, എനിക്കവൻ അത്രത്തോളം ഇഷ്ടമാണെന്ന്. അവനെന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. മീനു, അബദ്ധമൊന്നും കാണിക്കല്ലേ. കുറച്ചൊന്ന് ക്ഷമിക്ക്. ഒട്ടും ആലോചിക്കാതെ നീ എടുത്ത പല തീരുമാനങ്ങളാണ് നിൻ്റെ ജീവിതം ഇവിടം വരെ എത്തിയത്. അത് നീ മറക്കരുത്. വീണ്ടും അതുപോലെ ഒരു എടുത്തുചേട്ടൻ വേണോ? കുറച്ചൊന്ന് ക്ഷമിച്ചാൽ എന്താ? എന്തായാലും അവൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. നിന്നെ ഇട്ടിട്ടൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെന്താ? ഉള്ളിലെ പ്രണയം പറയരുത് എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മീനു, ഞാൻ പറയുന്നത് മനസ്സിലാക്കും മോളെ. നിൻ്റെ നല്ല ഭാവിയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അവസാനം വയസ്സാം കാലമാകുമ്പോൾ നിന്നെ ഇട്ടേച്ച് പോകുന്നൊരുത്തനാവാൻ പാടുണ്ടോ ഇവൻ? നീ ഒന്ന് ആലോചിക്ക്. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ കോൾ വയ്ക്കുകയാണ്. ഇതൊക്കെ നീ ഒന്ന് ആലോചിച്ചാൽ മതി. എടുത്തു ചാടി ഒരു തീരുമാനം നീ എടുക്കരുത് എന്നും പറഞ്ഞ് ആമി കോൾ കട്ട് ചെയ്തു. മീനു വല്ലാണ്ട് സങ്കടത്തിലായി. ജയ്യോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാനും അവനുമൊത്ത് ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കാണുകയായിരുന്നു മീനു. ആ ഒരവസ്ഥയിൽ ഒരു വിലങ്ങത്തടിയായി ആമി എത്തുമ്പോൾ എത്ര നാൾ തൻ്റെ ഇഷ്ടം മറച്ചു വയ്ക്കാനും ഇതുപോലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മീനുവിന് സാധിക്കും? ഇതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അടുത്ത എപ്പിസോഡ് ഉടൻ വരും. കഥ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.